ഹലോ, ഈ വീഡിയോ ലക്ഷദ്വീപിലെ സ്റ്റുഡൻസിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻസ് നമ്മുടെ IRCTCയിൽ സ്റ്റുഡൻസ് കാറ്റഗറിയിലുള്ള രജിസ്ട്രേഷൻ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് മെയിൻലാൻഡിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. നമ്മുടെ നേഴ്സിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ മെയിൻലാൻഡിൽ നിന്നും കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റുഡൻസ് കാറ്റഗറി രജിസ്ട്രേഷൻ. ലക്ഷദ്വീപുകാരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഐലൻഡർ കാറ്റഗറിയിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം മറ്റേ സ്റ്റുഡൻസ് കാറ്റഗറി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസഞ്ചർ ആഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തത്, അതിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് കോട്ട ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ, 23 വയസ്സ് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ഡീആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് ലക്ഷദ്വീപുകാരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഐലൻഡർ കാറ്റഗറിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക. ഇനി സ്റ്റുഡൻസ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഐലൻഡർ കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റുഡൻസ് കാറ്റഗറിയിലുള്ള അക്കൗണ്ട് ഐലൻഡർ കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ആധാറിന്റെ 2 സൈഡും അടങ്ങുന്ന ഒരു PDF സഹിതം ഒരു റിക്വസ്റ്റ് അയക്കുക. അവരെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഐലൻഡർ കാറ്റഗറിയിലേക്ക് കൺവെർട്ട് ആവും. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി പേജ് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ബൈ.